തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുതുമയുള്ള ഒരു പ്രചാരണ രീതിയും വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നാന്തരം അവസരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വോട്ടർമാരോടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളെക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. വളരെ ശക്തമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ നിർഭാഗ്യവശാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്ന വിവിധങ്ങളായ ജനക്ഷേമ പദ്ധതികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമായി യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അത് ലഭ്യമാവുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള വികസന പദ്ധതികൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സഹായമാണ് കേരളത്തിന് കിട്ടുന്നത്. നമ്മുടെ ഫെഡറൽ ഭരണഘടന അനുസരിച്ച് പല പദ്ധതികളും സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. അവിടങ്ങളിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടും സാമ്പത്തിക പരാധീനതയും കേന്ദ്ര പദ്ധതികളുടെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് തടസ്സമാവുന്നു. ഉദാഹരണം, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയും. ഉദാഹരണത്തിന് ജൽജീവൻ മിഷൻ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മോദി സർക്കാർ അതിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി നടപ്പാക്കിയ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ആ ജൽജീവൻ മിഷൻ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ താറുമാറായിരിക്കുകയാണ്. അതിനുള്ള കാരണം കേന്ദ്ര സർക്കാർ അല്ല. ഞാനൊരു കണക്ക് നിങ്ങളോട് പറയാം. മാധ്യമപ്രവർത്തകർ ഇത് ശ്രദ്ധിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളത്തിലാകെ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 22,09,000 വീടുകൾക്ക് ഇതിനോടകം ജൽജീവൻ മിഷൻ അനുസരിച്ചുള്ള പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നൽകി കഴിഞ്ഞു. ഇത് 50-50 അനുപാതത്തിലാണ്. അതായത് 50% കേരളവും 50% കേന്ദ്രവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 7,956 കോടി രൂപ ഇതിനോടകം കേന്ദ്ര സർക്കാർ ഈ ആവശ്യത്തിന് കേരളത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ്, മുടങ്ങിയിരിക്കുകയാണ്. അതിനുള്ള കാരണം കേന്ദ്രം നൽകിയ അത്രയും തുക, അതായത് 7,956 കോടി രൂപ ഈക്വലായിട്ട് കേരളവും നീക്കിവെക്കണം. അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് 7,956 കോടി രൂപ ചെലവഴിച്ച് ഈ പദ്ധതി നടപ്പാക്കി. അപ്പോൾ ഇപ്പം നടപ്പാക്കിയതിൻ്റെ ഇരട്ടി ആൾക്കാർക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇവരെ ഈ കാശില്ല. അപ്പം നമ്മൾ കേന്ദ്രം കൊടുക്കുന്ന പണം കൃത്യമായിട്ട് ട്രഷറിയിൽ വരുന്നു. അത് ഉപയോഗിക്കണമെങ്കിൽ അവരും അത്ര തന്നെ പണം നീക്കി വെക്കണം. ഇപ്പോൾ അവരുടെ പണം നീക്കി വെക്കാനില്ലാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് കിട്ടേണ്ട ഈ പ്രയോജനം ഇപ്പോൾ മുടങ്ങിയിരിക്കുക. കരാറുകാർ കുടിവെള്ള പദ്ധതിയിൽ പണിയെടുക്കാൻ തയ്യാറാവുന്നില്ല. 6,000 കോടി രൂപയുടെ കുടിശ്ശികയാണ് കേരള സർക്കാർ ജൽജീവൻ മിഷൻ കരാറുകാർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അപ്പോൾ 6,000 കോടി രൂപ കുടിശ്ശികയുള്ളതുകൊണ്ട് കരാറുകാരെ ഓപ്ഷനിൽ പങ്കെടുക്കുന്നില്ല. അവർ കരാർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഗൗരവമായ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ട ഒരു വിഷയമാണിത്. ജനങ്ങൾക്ക് സൗജന്യമായി ജീവിതകാലം മുഴുവൻ ശുദ്ധമായ കുടിവെള്ളം പൈപ്പ് വഴി വീട്ടിലെത്തേണ്ട പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിട്ടുള്ള ജൽജീവൻ മിഷൻ പദ്ധതി കേരളത്തിൽ മുടങ്ങാൻ കാരണം
നരേന്ദ്രമോദി സർക്കാർ അല്ല, പിണറായി വിജയൻ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാരിന് ഇതിലൊന്നും പണം നീക്കി വെക്കാനില്ല.